നിങ്ങളുടെ നട്ടലിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ടെയിൽ ബോൺ ഏരിയയിൽ വേദനയോ വീക്കമോ ഉണ്ടാവാറുണ്ടോ? അതിനോടൊപ്പം തന്നെ ചില സമയത്ത് പഴുപ്പും ദുർഗന്ധത്തോടുകൂടിയുള്ള ബ്ലീഡിങ്ങോ എന്തെങ്കിലും കാണാറുണ്ടോ? ഇങ്ങനെയുണ്ടെങ്കിൽ സാധാരണ ഒരു ചോരക്കുരു ആവാൻ ചാൻസ് ഇല്ല. ഇറ്റ് കുഡ് ബി വാട്ട് വി കോൾ പൈലോനോഡൽ സൈനസ്. ആൻഡ് ബിഫോർ ദാറ്റ് ഇതുപോലത്തെ സർജിക്കൽ ഇൻസൈറ്റ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കും. ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ബട്ടക് ഏരിയയിൽ വരുന്ന ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബട്ടക്സ് ഏരിയയിൽ ഹെയർ പോലത്തെ ഒരു ഫോറിൻ ബോഡി മിഡ് ലൈനിലേക്ക് പ്രഷർ മൂലം കയറുകയും അവിടെ അതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ സൈനസ് ട്രാക്സ് ഫോം ചെയ്യുകയാണ് ഈ അസുഖത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് പ്രോൺ ആവുക? യൂഷ്വലി തിക്ക് ഹെയർ ഉള്ള ഇൻഡിവിജ്വൽസ്, അതേപോലെ തന്നെ ഒബിസിറ്റി ആൻഡ് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്ന കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. പണ്ട് ഇതിന് ജീപ്പ് ഡ്രൈവേഴ്സ് ഡിസീസ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആസ് എ സർജൻ എനിക്കറിയാം ഇതൊരു അക്വയർഡ് ഡിസീസാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലൂസ് ഹെയർ, നമ്മുടെ ശരീരത്തിലോ ബാക്കിലോ ഉള്ള ലൂസ് ഹെയർ നമ്മുടെ ഗ്ലൂട്ടിയൽ ക്ലെഫ്റ്റിലേക്ക് പുഷ് ഇൻ ചെയ്തിട്ട് അവിടെ ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ ഉണ്ടാക്കി അത് പഴുക്കുകയും അത് മൂലമുണ്ടാവുന്ന അസഹനീയ വേദനയാണ് പേഷ്യൻസിനെ മിക്കവാറും നമ്മുടെ അടുത്ത് എത്തിക്കുക. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ ഇസ്, ഇഫ് യു ഫീൽ റെക്കറൻ്റ് ആയിട്ട് ഇത് വരുന്നു എങ്കിൽ പ്ലീസ് ഷോ ഇറ്റ് ടു എ സർജൻ, ബിക്കോസ് സർജിക്കലി നമുക്കതിനെ ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പഴുത്ത് കഴിഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ, വിച്ച് ഇസ് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ്. എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ടാക്കി പഴുപ്പും ആ മുടി പോലത്തെ സാധനങ്ങളെ എല്ലാം ക്ലിയർ ചെയ്ത് കളയുക ആൻഡ് ആ മുറിവ് ഉണക്കിയെടുക്കാനുള്ള ഡ്രസ്സിങ് ചെയ്യുകയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ പഴുക്കുന്നതിന് മുന്നേ നമ്മളിത് കണ്ടെത്തി കഴിഞ്ഞാൽ താക്കോൽ ദ്വാരം അഥവാ മിനിമൽ ഇൻവേസീവ് സർജറി വഴി നമുക്ക് എൻഡോസ്കോപ്പിക്കലി ഈ ഹെയർ എല്ലാം റിമൂവ് ചെയ്ത് ഈ പിറ്റ് അല്ലെങ്കിൽ ക്ലെഫ്സിനെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ലേസർ സർജറിയും ചെയ്യാവുന്നതാണ്. ഇതിലുപരി ഏറ്റവും നല്ല സർജറി നമ്മളുടെ മിഡ് ലൈൻ അസുഖത്തിന് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി, ദാറ്റ് മീൻസ് സെഡ് ഫ്ലാപ്പ് അല്ലെങ്കിൽ ലിംബർഗ്സ് ഫ്ലാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ്ലി എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ഇത് വരാതിരിക്കാൻ നിങ്ങൾക്കാകെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൺട്രോൾ ചെയ്യുക, പ്രോൺ ആണെങ്കിൽ പെർമനൻറ്റ് ഹെയർ റിമൂവൽ ഓഫ് ദ ബാക്ക് ചെയ്യുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പ്രൊലോങ്ഡ് സിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അധികം ബാക്ക് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബാത്ത് ടൈമിൽ സ്ക്രബ് ചെയ്ത് കുളിക്കാൻ ശ്രദ്ധിക്കുക. സോ ഐ ഹോപ്പ് ഐ ക്ലിയർ യുവർ ഡൗട്ട്സ് അബൌട്ട് പൈലോനോഡൽ സൈനസ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.